ഹായ് എല്ലാവർക്കും PSC റാങ്കറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം, അതായത് 2025 ഈ വർഷം നടക്കാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം, നിങ്ങൾക്കറിയാം നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു. അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അനാലിസിസ് ചെയ്യാം. കൂടാതെ നിങ്ങൾ ഇതിനെങ്ങനെ എന്ത് രീതിയിലാണ് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, എന്ത് അപ്രോച്ചാണ് എടുക്കേണ്ടതെന്ന് കൂടെ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പോസ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ സെക്രട്ടറി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാലും മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇതിൻ്റെ പോസ്റ്റിങ്സ് ഉണ്ട്. അതിൻ്റെ പേരൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഈ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് നമുക്ക് സാലറി വരുന്നത് ഏകദേശം ഇതിന് 39,300 രൂപയാണ് ബേസിക് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അഡീഷൻസ് ഉണ്ട്. DA HR ഒക്കെ കൂട്ടി വരുമ്പോൾ ഒരു 45,000 പ്ലസ് 45,000 മീതെ സാലറി ഇൻ ഹാൻഡ് കയ്യിൽ എല്ലാ മാസവും ലഭിക്കുന്നതാണ്. പിന്നെ ഈ പോസ്റ്റിൻ്റെ മുമ്പത്തെ സ്റ്റാറ്റസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ലിസ്റ്റിൻ്റെ വാലിഡിറ്റി ഇനിയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്തായാലും കഴിയുമ്പോൾ അടുത്ത വർഷമാവും. അടുത്ത വർഷം കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ തന്നെ ഏകദേശം 400 മീതെ അപ്പോയിൻമെൻറ്റ്സ് അല്ലെങ്കിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 600, 700, 750 ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അത്രയും പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും ഇപ്രാവശ്യം നമ്മുടെ വരാൻ പോകുന്ന ലിസ്റ്റിലും ഇത്രയും അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഇനി ഈ എക്സാമിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സിലബസിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. മെയിൻസിൽ 2 ഭാഗമായിട്ടാണ് ഇപ്പോൾ 100 മാർക്കിന് വെച്ച് 2 ഭാഗമായിട്ടാണ് വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ എക്സാം ഫോക്കസ് ചെയ്ത് അതുപോലെ തന്നെ ഈ വർഷം നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാംസ് ഇപ്പോൾ SI ഒക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ അതൊക്കെ ഫോക്കസ് ചെയ്ത് പ്രിലിംസിനും അതുപോലെ തന്നെ മെയിൻസിലും സ്പെഷ്യൽ ടോപ്പിക്ക് കുറച്ച് ടഫായിട്ടുള്ള ടോപ്പിക്സ് സെക്രട്ടറി അസിസ്റ്റൻ്റ് ഒക്കെ രണ്ടാമത്തെ പേപ്പറിൽ വരുന്ന ടോപ്പിക്സ് ഒക്കെ നമ്മൾ ക്ലാസ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് നിങ്ങളുടെ കമൻറ്റ്സ് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് കമൻറ്റ്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി സിലബസിലേക്ക് കിടക്കാം. സിലബസ് എങ്ങനെയാണ് നോക്കാം. അതുപോലെ തന്നെ ഇനി എന്തൊരു സ്ട്രാറ്റജിയിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള കാര്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ സിലബസിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇപ്പോൾ പ്രിലിംസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിലിംസ് കോമൺ ആണ്. SIയുടെ എക്സാമൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ കോമൺ ആയിട്ടാണ് പ്രിലിംസ് സിലബസ്. മുന്നത്തെ സിലബസ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ സെയിം സിലബസ് ആയിരിക്കും. ഈ മെയിൻസിലേക്ക് വരികയാണെങ്കിൽ മെയിൻസിലാണ് വ്യത്യാസം വരുന്നത്. 2 പേപ്പർ ഉണ്ട്. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ പേപ്പർ 1 100 മാർക്കാണ്. ആ 100 മാർക്കിൻ്റെ പാറ്റേണിൽ കുറച്ച് വ്യത്യാസമുണ്ട്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം, നമുക്ക് ഓരോ ടോപ്പിക്കും മാർക്സ് ഇവിടെ കാണാം. ഹിസ്റ്ററി 7 മാർക്കാണ്, ജോഗ്രഫി 7 മാർക്കാണ്, ഇക്കണോമിക്സ് അതുപോലെ തന്നെ ലൈഫ് സയൻസ്, പ്രധാനമായിട്ട് ബയോളജി, ഹ്യൂമൻ ബോഡി കാര്യങ്ങളൊക്കെ, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ 7 മാർക്കാണ്. പിന്നെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലേക്ക് വരുമ്പോൾ അതിന് 8 മാർക്കാണ്. കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. സ്പോർട്സിന് റിലേറ്റഡ് ആയിട്ട് മിക്കവാറും കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിരിക്കും അതിന് വരുന്നത്. പറയാൻ പറ്റില്ല, സ്റ്റാറ്റിക്കും ചോദിക്കാം. എന്നാലും ഒരു ക്വസ്റ്റ്യൻ കറണ്ട് അഫയർ എന്നൊക്കെ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ സ്പോർട്സ് 3 മാർക്ക്, കമ്പ്യൂട്ടറിന് 6 മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാത്സും അതുപോലെ റീസണിങ് കൂടിയിട്ട് 15 മാർക്കാണ് ഇവിടെ വരുന്നത്. ഇനി ഇംഗ്ലീഷ് നോക്കിയാൽ 13 മാർക്ക്, അതുപോലെ തന്നെ മലയാളത്തിനും 13 മാർക്കാണ്. അപ്പോൾ ഇത്രയും ആണ് നമുക്ക് ഈ ഒരു 100 മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഡീറ്റെയിൽ നോക്കിയാൽ ഹിസ്റ്ററി ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു പാറ്റേൺ തന്നെയാണ്. ടോപ്പിക്സിന് വ്യത്യാസമില്ല. കേരള, അറൈവൽ ഓഫ് യൂറോപ്യൻസ് തൊട്ട് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഇതൊക്കെ മുന്നത്തെ സിലബസിൽ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി സെയിം ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. എന്നാൽ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ജോഗ്രഫിക്ക് വീണ്ടും 7 മാർക്ക് വന്നു. അതേ ടോപ്പിക്സ് തന്നെയാണ്. ഇന്ത്യ, കേരള ഒക്കെ സെയിം ആണ്. ഇക്കണോമിക്സ് എടുത്താലും ലൈഫ് സയൻസ് കണ്ടോ, ഹ്യൂമൻ ബോഡിയുടെ കാര്യങ്ങൾ, ഡിസീസസ് വരുന്നുണ്ട്. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇപ്പോൾ കോമൺ ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഏകദേശം മുൻപ് നടന്നിട്ടുള്ള ഇപ്പോൾ എക്സാംസ് ഒക്കെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ നിന്ന് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഫിസിക്സ് വരുന്നു. സെയിം ടോപ്പിക്സ് ആണ്. കുറച്ച് ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ ഫിസിക്സ് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അർത്ഥം, അതായത് എന്താ അതിൻ്റെ ഒരു ഇപ്പോൾ ലെൻസ് ആയിക്കോട്ടെ, അതിൻ്റെ ഫോർമുല കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മിറർ, ലെൻസ് എന്നിങ്ങനെയുള്ള ടോപ്പിക്സ് അത് ചോദിക്കാൻ തന്നെ കാരണം ഇതാണ്. അതിൻ്റെ ഫോർമുല ബേസ്ഡ് ഒക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കത് മനസ്സിലാവണം. അപ്പോൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനീഷ്യൽ റീഡിങ്ങിൽ. ഇനിയിപ്പോൾ അധികം ടൈം കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്ക് മെയിൻസും കൂടെ കുറച്ച് നോക്കി പോകേണ്ടതായിട്ടുണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ. അപ്പോൾ പ്രിലിംസിലും ഈ ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. എന്നാൽ പ്രിലിംസിന് കൂടെ മെയിൻസിനും വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു പോകുക. ഇനി കെമിസ്ട്രി, ഇതുപോലെ തന്നെ ആർട്സ് ലിറ്ററേച്ചർ വരുമ്പോൾ ഓഡിയോ വിഷ്വൽ ആർട്ട് ഫോംസ്, അതിൻ്റെ സ്ഥലങ്ങളും അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, അവരുടെ സ്ഥലങ്ങൾ, അത്തരം ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ലിറ്ററേച്ചർ വരുമ്പോൾ ലിറ്ററേച്ചറും കൾച്ചറൊക്കെ ഇമ്പോർട്ടൻസ് കുറച്ച് കൂടുതലാണ്. ആൾക്കാരുടെ അവാർഡ്സിൻ്റെയും അതുപോലെ തന്നെ കേരള ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെലിബ്രേഷൻസ്
ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ സ്പോർട്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് 3 മാർക്ക് കേരളത്തിൽ നിന്ന് വരാം, ഇന്ത്യയിൽ നിന്ന് വരാം, ലോകത്തു നിന്നും വരാം. എവിടെ നിന്ന് ഇതൊക്കെ വൈഡായിട്ട് നമുക്ക് വായിച്ച് പോകാനാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വാങ്ങി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ വാങ്ങി ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ടൈം ഇല്ല, കാരണം 3 മാസമാണ്. അപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള ഇപ്പോൾ റാങ്ക് ഫയൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ റാങ്ക് ഫയൽ മേടിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ അതിൽ കമ്പൈൻഡ് ആയിട്ട് വളരെ പ്രിസൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ള റാങ്ക് ഫയൽ മേടിക്കുക, എന്നിട്ട് അതിന് വായിച്ചു തുടങ്ങാം. ഇനി നമുക്ക് കമ്പ്യൂട്ടറൊക്കെ പഴയ പോലെ തന്നെ അതിൻ്റെ ഒരു ടോപ്പിക്സും കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെയാണ്. അത് കൂടാതെ ഇനി അതിൽ സ്പെഷ്യലായിട്ടുള്ള വേറെ ടോപ്പിക്സ് ഒന്നുമില്ല, പഴയ ടോപ്പിക്സ് തന്നെയാണ്. മാത്സ് റീസണിങ് സെയിം ടോപ്പിക്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ മൊത്തത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരേ രീതിയിലുള്ള ടോപ്പിക്സാണ് വരുന്നത്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു കാര്യങ്ങളിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അതിന് ഈ മാർക്ക് കൂടുതലുള്ളതനുസരിച്ച് ആ ടോപ്പിക്സിലേക്ക് കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലാംഗ്വേജിൽ നിന്നൊക്കെ കമ്പൈൻഡ് ആയിട്ട് 26 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ 26 മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ചും കൂടെ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള പല ടോപ്പിക്കുകളിൽ നിന്ന് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് മെയിൻസിൻ്റെ രണ്ടാമത്തെ പേപ്പർ നോക്കാം. രണ്ടാമത്തെ പേപ്പർ ഡീറ്റെയിൽ സിലബസ് ആണ്, 100 മാർക്കിന് തന്നെയാണ് അതും വരുന്നത്. അപ്പോൾ ഈ 100 മാർക്കിൽ നമുക്ക് ഇതിൻ്റെ ഓരോ പാർട്ടായിട്ട് നോക്കാം. ആദ്യമായിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ 10 മാർക്കാണ് വരുന്നത്. ഓരോ ടോപ്പിക്കിനും കണ്ടോ 10 മാർക്കൊക്കെ വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ്റെ അതായത് ഇപ്പോൾ ഒരുപാട് ഇതിൻ്റെ തിയറീസ് ഉണ്ട്. തിയറീസ് നമുക്ക് ഈ കണ്ട ട്രേറ്റ്സ് ഓഫ് ലീഡർഷിപ്പ്, അതുപോലെ തന്നെ കുറച്ച് ഇതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസും പ്രാക്ടീസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓർഗനൈസേഷൻ മാനേജ്മെൻ്റ് ഒക്കെ റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ അത് തന്നെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. അതും കുറച്ചും കൂടെ ബന്ധപ്പെടുത്തി അതിൻ്റെ ഇപ്പോൾ മാനേജ്മെൻറ്റ് റോൾസ് എടുത്തോ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ വളരെ പ്രിസൈസ് അല്ലാതെ കുറച്ച് പരന്ന് വായിക്കേണ്ട ടോപ്പിക്കുകളാണ്. കാരണം കോൺസെപ്റ്റ്സ് ആണ്, കോൺസെപ്ച്വൽ രീതിയിലായിരിക്കും അതിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. എന്ത് രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ഒക്കെ എന്ത് രീതിയിലാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ ആ ഭാഗമൊക്കെ നിങ്ങൾ ഒന്ന് പരത്തി വായിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഇനി കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളിലേക്ക് നമുക്ക് കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചൊന്നുമല്ല, 12ഉം ഇവിടെ 8ഉം കൂടി രണ്ടും കൂടിയിട്ട് 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 12 മാർക്കിൽ എന്താ വരുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെലൻ ഫീച്ചേഴ്സ് പ്രിലിംസിലുള്ള പോലെ തന്നെ ടോപ്പിക്സ് ആണ്. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അവരുടെ ഇലക്ഷൻസ്, അതുപോലെ തന്നെ പാർലമെന്റിനെ പറ്റി, ജുഡീഷ്യറിയെ പറ്റി, ലെജിസ്ലേറ്റീവ് കൗൺസിൽ, സ്റ്റേറ്റ് ജുഡീഷ്യറി, ഇതിനൊക്കെ പറ്റി തന്നെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ഉണ്ട് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ പാർട്ട് 11 ലെജിസ്ലേറ്റീവ് റിലേഷൻസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻ, അതുപോലെ തന്നെ ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് പവർ ഉണ്ട്, കോർഡിനേഷൻ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ പാർട്ട് 11ഉം അതുപോലെ തന്നെ 7th ഷെഡ്യൂളൊക്കെ നല്ല രീതിയിൽ വായിക്കുക. അപ്പോൾ ഈ ഒരു 20 മാർക്ക് ഒരു കാരണവശാൽ നമുക്ക് മെയിൻസിൽ നിന്ന് മിസ്സാവാൻ പാടില്ല. അതിൽ നിന്ന് മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. അടുത്ത ഇനി കേരള മോഡൽ ഇക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് ആണ്. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെയുണ്ട്. മുൻപത്തെ ഡിഗ്രി ലെവൽ മെയിൻസ് ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡാറ്റ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് കണക്കുകൾ, അതുപോലെ തന്നെ സ്കീമും പ്രോജക്ട്സും പ്രോഗ്രസ്സും ഒക്കെ ഇതിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് വരും. അതുപോലെ തന്നെ കേരള ഇക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു 15 മാർക്ക്, രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 30 മാർക്ക്. അപ്പോൾ ഏകദേശം മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇവിടെ തന്നെ കിട്ടി. നമുക്ക് 30 മാർക്ക് ഇതിൽ നിന്നും, കോൺസ്റ്റിറ്റ്യൂഷൻ 20 മാർക്കും വന്നാൽ ഏകദേശം 50 മാർക്ക് അപ്പം തന്നെയായി. ഓക്കെ, അപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാലുള്ള ഗുണമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് വൈഡായിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാ ടോപ്പിക്കും, ഇത് എൻ്റെ ഒരു ഐഡിയ ആണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ഇങ്ങനെ നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിച്ചെത്തി അതിൽ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് വരും. അവസാനം ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് പല ടോപ്പിക്കൊന്നും ഓർമ്മ തന്നെ വരില്ല. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്ത് ചില ടോപ്പിക്കുകളിൽ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത്, മാർക്ക് കൂടുതലുള്ളതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ട്രെസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ടോപ്പിക്സിൽ നിന്ന് 50 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 25% ആയി. പാർട്ട് 2ൽ 200 മാർക്കാണുള്ളതിന് അതിന് 25% ആയി. 50 മാർക്ക് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് മാത്രം കിട്ടി. ഓക്കെ, അടുത്തത് ക്ലൈമറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒക്കെയാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും മുമ്പ് ചോദിക്കാറുണ്ട്. ക്ലൈമറ്റിനെ പറ്റിയൊക്കെ വളരെ കുറച്ച്
കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് അതിൽ നിന്ന്. അപ്പോൾ അതിനാദ്യം ഈ കോൺസെപ്റ്റ്സും പ്രോട്ടോകോൾസും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കണം. ഇക്കോളജിക്കൽ ചേഞ്ചസ്, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ്, ഇതൊക്കെ മുന്നും ഉള്ള ടോപ്പിക് തന്നെയാണ്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഈ NMDA, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഒക്കെ ഉള്ള ഒരു നമുക്ക് ക്ലാസ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ഒരു ടോപ്പിക്ക് നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഏരിയാസൊക്കെ നമുക്ക് ഒരു കുറച്ചധികം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബുദ്ധിമുട്ടേറിയ ഏരിയാസ് നമ്മൾ ക്ലാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് 20 മാർക്ക് വന്നിട്ടുണ്ട്. ഇനി ഈ ഗവർണൻസ് ആണ്. ഈ ഗവർണൻസ് IT ആക്ട് ഒക്കെ ഇതിൽ പെടുന്നത്, IT ആക്ട് 2000. അതുപോലെ ഈ ഗവർണൻസ് സ്കീമുകൾ, കുറേ പ്രോജക്ട്സ് ഉണ്ട്. അത് ഓരോന്നും ഡിസ്കസ് ചെയ്യേണ്ടി വരും. ഓരോ ഈ ഗവർണൻസ് സ്കീമുകൾ, ഇപ്പോൾ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, അതിൻ്റെ ആവശ്യം എന്താണ്, എന്തൊക്കെയാണ് അതിൽ വരുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും അത്ര ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് 100 മാർക്സിൽ പാർട്ട് 2 അല്ലെങ്കിൽ പേപ്പർ 2 വരുന്നത്. 100 മാർക്സ് ആണ്. പേപ്പർ 1ൻ്റെയും 100 മാർക്സ് കൂട്ടിയിട്ട് 200 മാർക്സ് ആണ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഒരു നല്ല സ്കോർ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ കയറിയാൽ, ഈ ഒരു ലിസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു വർഷം കഴിയുമ്പോൾ തന്നെ കടക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് കൂടാതെ എന്തുകൊണ്ടാണ് ഈ 100+100 മാർക്ക് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ്റർവ്യൂ ഇത് കഴിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടാകുമ്പോൾ അതിലത്തെ മാർക്ക് കൂടെ കൂട്ടും. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല അധികം മാർക്ക് വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. ഇൻ്റർവ്യൂവിൽ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്താൽ അതും കയറി നമുക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. അപ്പോൾ 3 സെക്ഷനായിട്ടാണ് നടക്കുന്നത്. പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഈ 3ഉം കൂടിയിട്ട് നമുക്ക് പെർഫോം ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ക്ലാസ്സുകളും ബാക്കി ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വരും. അപ്പോൾ ഇതൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് പോരായ്മ തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കറക്റ്റ് ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൂടെ നമുക്ക് വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ദയവ് ഇത് നിങ്ങൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ ഒരു വീഡിയോസ് മുഴുവൻ നമ്മളൊരു പ്ലേലിസ്റ്റ് ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ദയവായി അത് ഒന്ന് എടുത്തു നോക്കുക. ഓക്കെ, താങ്ക് യു.